വ്യക്തമാകുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് കൂടി വരാം. കത്തോലിക്ക കോൺഗ്രസിന്റെ ചങ്ങനാശ്ശേരി രൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബിജു സെബാസ്റ്റ്യൻ, ഒരു സ്ഥലത്ത് ഒരു വ്യവസായം വരുന്നു, ആ വ്യവസായത്തിന്റെ റോ മെറ്റീരിയലുകളും അല്ലെങ്കിൽ തൊഴിലടക്കമുള്ള കാര്യങ്ങൾ അവിടെ എൻഷുർ ചെയ്യപ്പെടുന്നു. അതിനർത്ഥം ആ വ്യവസായത്തിന്റെ പ്രോഡക്റ്റ് എല്ലാം ഉപയോഗിക്കപ്പെടുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് എന്നുള്ള കാര്യമല്ലല്ലോ. ഇറക്കുമതി കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നു. ഇത്രയും പേർക്ക് തൊഴിൽ നൽകാനുള്ള ഒരു കാര്യത്തിലേക്ക് സർക്കാർ കടക്കുന്നു. കേരളത്തിന്റെ മദ്യ ഉപഭോഗം ദേശീയ ശരാശരിയിലും താഴെയാണ് എന്നുള്ളൊരു കണക്ക് വെച്ചുകൊണ്ടാണ് എക്സൈസ് മന്ത്രി മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ റിപ്പോർട്ടിനെയൊക്കെ വെച്ചിട്ട് ഈ കണക്കൊക്കെ അവതരിപ്പിക്കുന്നത്. അതായത് മദ്യ ഉപഭോഗം താരതമ്യേന കൂടുതലല്ല, കുറവാണ് എന്നുള്ള കണക്കുകൾ കൊണ്ട് ഇതൊരു വ്യാവസായിക വിഷയമാണ്, ഒരു വ്യവസായം തുടങ്ങുന്ന കാര്യമാണ്. അതങ്ങനെ അല്ലാതെ ഇതൊരു നയമായിട്ടും ഇതൊരു ധാർമ്മിക വിഷയമായിട്ടും എന്തുകൊണ്ടാണ് സഭ കാണുന്നത്? തീർച്ചയായിട്ടും അപർണ്ണാണ്. ഇപ്പോ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കേരളത്തിലേക്ക് വലിയൊരു ഇൻഡസ്ട്രി വരുന്നു എന്ന രീതിയിലല്ല ഈ വിഷയത്തെ കാണേണ്ടത്. ഈ വിഷയത്തിന് ധാർമ്മികപരമായിട്ടും ഹ്യൂമൻ ലൈഫ് വാല്യൂലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സഭ അല്ലെങ്കിൽ സമുദായം എന്തുകൊണ്ടാണ് മദ്യത്തിന്റെ വ്യാപകമായിട്ടുള്ള വിനിയോഗത്തെ എതിർക്കുന്നത്? ഇത് പൊതുസമൂഹത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ സംബന്ധിച്ച് പൗരന്റെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത ഗവൺമെന്റുകൾക്കുണ്ട്. ഇവിടെ മദ്യം സുലഭമായി ലഭിക്കുമ്പോൾ സ്വാഭാവികപരമായിട്ടും ഇതുകൊണ്ടാകുന്ന ആഫ്റ്റർ ഇമ്പാക്റ്റിനെ പറ്റിയും ചർച്ചകൾ ആവശ്യമാണ്. ഗവൺമെന്റുകൾ ഒത്തിരി രൂപ നമ്മുടെ കൗൺസിലിംഗ് സെന്റേഴ്സിലും ഡി അഡിക്ഷൻ സെന്റേഴ്സിനും വേണ്ടിയും ഇനിയും ഹോസ്പിറ്റലുകളിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെക്കുന്നുണ്ട്. മദ്യത്തിന്റെ വിനിയോഗം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും അവരുടെ വാതിൽക്കൽ ലഭ്യമാകുന്ന മദ്യം ഉപയോഗിക്കുകയും ആ മദ്യം മൂലം കുടുംബത്തിൽ അസ്വസ്ഥതകളോ സൃഷ്ടിക്കപ്പെടുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ, അതിൽ നൊന്ത് ജീവിക്കുന്ന ഒത്തിരിയേറെ ഭാര്യമാരുണ്ട്. ഭർത്താക്കന്മാര് മദ്യപിക്കുന്നവരാണെങ്കിൽ അവരുടെ ഭാര്യമാര് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നുണ്ട്. കുട്ടികളുടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന ഗൃഹനാഥൻ, ആ കുട്ടിയുടെ മാനസികാവസ്ഥ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മകനാണ് മദ്യപിക്കുന്നത് എങ്കിൽ അവൻ ആ മദ്യപാനത്തിന് ശേഷം വണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആക്സിഡന്റുകൾ, ആ ആക്സിഡന്റിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. വീണ്ടും അവിടെ ഒത്തിരിയേറെ തുക ഈ രംഗത്തേക്ക് സർക്കാരിന് തന്നെ മാറ്റിവെക്കേണ്ടി വരുന്നു. ധാർമ്മികപരമായിട്ടുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളെ കൃത്യമായി എതിർക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിനാണ് ആദ്യം സംരക്ഷണം കൊടുക്കേണ്ടത്, മനുഷ്യന്റെ ആരോഗ്യത്തിനാണ് ആദ്യത്തെ സംരക്ഷണം കൊടുക്കേണ്ടത്. പകരം കേരളത്തിലേക്ക് മദ്യത്തിന്റെ ഒരു ഒഴുക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം സർക്കാരുകളെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ട് ലോട്ടറിയും മദ്യവും ഒക്കെ മാറുന്നു. അതിന് ഒത്തിരിയേറെ സാക്ഷികൾ, ഒത്തിരിയേറെ ആളുകൾ ജീവിതം തന്നെ സാക്ഷ്യമായിട്ട് സമർപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇതിനെ എതിർക്കുക തന്നെ വേണം. കുടുംബങ്ങളിലുള്ള വീട്ടമ്മമാർ, അതിന്റെ ബാധ്യതകൾ അനുഭവിക്കുന്ന മക്കൾ, ഇതിന്റെ ബാധ്യതകൾ അനുഭവിക്കുന്ന പൊതുസമൂഹം, ഇത് പൊതുസമൂഹത്തിനുണ്ടാകുന്ന അക്രമ പ്രവണത, ഇതിനെയൊക്കെ പൊതു മനസാക്ഷിയിലേക്ക് എത്തിക്കുകയും പൊതുജനത്തിലേക്ക് എത്തിക്കുകയും കൃത്യമായ ബോധവൽക്കരണവും സഭയും സമുദായ സംഘടനകളും കൃത്യമായി ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം ഈ സമൂഹത്തിന് ഒരു ദിശാബോധം നൽകേണ്ട ആളുകളാണ് ഈ സമുദായവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ. സർക്കാരുകളെ സംബന്ധിച്ച് അവർക്ക് ലാഭം മാത്രമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ ഒരിക്കലും ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകളെ സംബന്ധിച്ച് ആ ലാഭത്തെ പറ്റി ചിന്തിക്കേണ്ടതില്ല. അതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹത്തിൽ ഏത് രീതിയിലാണ് അതിനെ ബാധിക്കുക, ആരോഗ്യകരമായ ഒരു കുടുംബ ജീവിതത്തിൽ ഇത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കും എന്ന് തിരിച്ചറിയുന്നു. സർക്കാരുകൾ ഇതിന് ശേഷം ഇപ്പൊ ഇത്രയേറെ ഇതിൽ നിന്ന് വരുമാനം കിട്ടും എന്ന് പറയുമ്പോൾ ആ വരുമാനം കിട്ടിയത് മുഴുവൻ തന്നെ ഇതിന് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിന് ധാർമ്മികത ഇത് പറയുമ്പോഴും ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംരംഭം വരുന്നു, ഇതിലൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, ഇതല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് വരുന്നു, ഇത് വാങ്ങിക്കുന്നു, ഇത് ഉപയോഗിക്കുന്നു. അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ സർക്കാർ ഇതിനകത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇത് കാർഷിക മേഖലയ്ക്ക് വളരെ പ്രയോജനകരമാകുന്നു. ഇതിനകത്ത് അസംസ്കൃത വസ്തുക്കൾ, അരി, ചോളം, പച്ചക്കറി വേസ്റ്റ്, മരച്ചീനി, സ്റ്റാർച്ച്, ഇതൊക്കെ
കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഉപകാരപ്രദമാകുന്നു. ഈ ജല ദൗർബല്യം, അതായത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മറ്റൊരു തരത്തിൽ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത്. അതല്ലാതെ ഇത് അവിടെ ഒരു ബ്രൂവറി വന്നാൽ അതൊരു ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണെന്ന് കരുതിയ ആൾക്കാർ അത് വാങ്ങിക്കുമോ? അങ്ങനെ ഒരു തോന്നലുണ്ടോ കേരളത്തിൽ? ഈ മദ്യം ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുമോ? ഈ ധാർമ്മികത എന്ന് പറയുമ്പോഴും ഇത് ലോജിക്കുമായിട്ട് എങ്ങനെ കൂട്ടിച്ചേർത്ത് പറയും? യെസ്, തീർച്ചയായിട്ടും. അവർണ്ണ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അരി, ചോളം. ഇത് എവിടെയാ ഉണ്ടാകുക? കേരളത്തിലെ കാർഷിക മേഖലയിൽ എങ്ങനെയാ ഇതിൽ നിന്ന് ബൂസ്റ്റിംഗ് ഉണ്ടാകുക? ചോളം കേരളത്തിൽ എവിടെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യപ്പെടുക? ഇനി പാലക്കാട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. അവിടെ ജല ദൗർലഭ്യമുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ജലം എവിടുന്ന കിട്ടുക? ഞാൻ അത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച അരിയും ചോളവും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് കർഷകന് വലിയ നേട്ടമാകും. ആ വെള്ളം അവിടെ കിട്ടാത്ത സ്ഥലമാണ്. ഒരു മാസം വാട്ടർ അതോറിറ്റിയാണ്, റീസൈക്ലിംഗ് ഉണ്ട്, മഴവെള്ള സംഭരണമുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട് ഉത്തരവിനകത്ത്. യെസ്, ഞാൻ അതിലേക്ക് എത്തുകയാണ്. ഞാൻ ഓരോന്നായിട്ട് എന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച ഓരോ വിഷയങ്ങളിലേക്ക് എത്തുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അതിഥി തൊഴിലാളികളെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്രകാരം ഒരു കാര്യം വരുന്ന സമയത്തും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ കേരളത്തിലെ ആളുകളാണ്, അതുകൊണ്ട് ഇവിടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വ്യാജമാണ്. കാരണം ഇതൊരു ഇൻഡസ്ട്രി അല്ല, ഇത് ആൽക്കഹോള് ആളുകളിലേക്ക് എത്തിക്കുന്നു. ഇനി ഇതിന്റെ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം അപകടം ഉണ്ടാക്കും എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ ഒരു ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണം, ഒരു ഓണമായിക്കോട്ടെ, ഈവൻ മറ്റേതെങ്കിലും ആഘോഷങ്ങളൊക്കെ ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസത്തെ പത്രങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം ആഘോഷ ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ആഘോഷ ദിവസങ്ങളുടെ കൂട്ടത്തിൽ മദ്യത്തിന്റെ ഒരു ഉപയോഗം കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. അതുമൂലം നമ്മളുടെ ഒത്തിരിയേറെ ചെറുപ്പക്കാർ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു മനുഷ്യ ജീവന് വലിയ വാല്യൂ ഉണ്ട്. ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അസസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകരുത്. കേവലം ഒരു ബിസിനസ് വരും എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ മനുഷ്യ ജീവനുകളെ വെച്ച് പന്താടുന്ന പ്രവണതകൾ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും ഒരു ഗവൺമെന്റിനും യോജിച്ചതല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് നടപ്പിലാക്കി കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനങ്ങളല്ല, അല്ലെങ്കിൽ ആ രീതിയിൽ കുറെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ സംരംഭങ്ങളല്ല കൊണ്ടുപോവുക. മദ്യത്തിന്റെ വിനിയോഗം വ്യാപകമാക്കിക്കൊണ്ട് ഏത് ഗവൺമെന്റുകൾ തീരുമാനങ്ങൾ എടുത്താലും അത്തരം തീരുമാനങ്ങളെ മനുഷ്യന്റെ അവകാശങ്ങളുടെ ഭാഗമായി തന്നെ എതിർക്കപ്പെടേണ്ടി ഏത് മേഖലയിലാണ്? ശ്രീ കെ എൻ ഗോപിനാഥ്, പ്രതിപക്ഷം ഉന്നയിക്കുന്ന, കോൺഗ്രസ് ഉന്നയിക്കുന്ന, BJP ഉന്നയിക്കുന്ന ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള